വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് പോലും ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. ഞാനിപ്പോൾ പോയി തിരിച്ച് ആക്ച്വലി 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡെസ്പ് മീൻസ് നമ്മൾ കേൾക്കുന്ന, നമ്മൾ കാണുന്ന നമ്മുടെ കുഞ്ഞു മക്കളാണോ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് വരെ ചിന്തിച്ചു പോകുന്നൊരു അവസ്ഥ. എനിക്കും 2 കുഞ്ഞു മക്കളുണ്ട്, അവർ വലുതാകുവാണ്. എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നേ എന്നിങ്ങനെ ആലോചിച്ച് പോവുക. പക്ഷേ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഞാനിപ്പോൾ കോങ്ങാട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ന് 10ാം ക്ലാസ് പരീക്ഷയാണ്, ഫസ്റ്റ് എക്സാമാണ് ലാംഗ്വേജ്. ഞാൻ കയറിയ ബസ്സിൽ 10ാം ക്ലാസ് പിള്ളേർ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരിക. ഞാൻ ആ പിള്ളേരുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞ് എനിക്കൊന്ന് മൈൻഡ് ഭയങ്കര വിഷമത്തിലാണ്. എങ്ങനെയത് പ്രകടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. ആ കുഞ്ഞും, ഞാൻ പറഞ്ഞു വരുന്നത് ആരെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും, തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊന്നു കളഞ്ഞില്ലടാ തെമ്മാടികളെ. ഒരു കുഞ്ഞെ കുരുന്നായിരുന്നില്ലേ അവൻ, അല്ലേ? നിങ്ങളുടെ പ്രായമുള്ള എങ്ങനെ പറ്റണമെന്ന് പോലും എനിക്കറിയില്ല. എന്താ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഈ ലോകത്തും നമ്മുടെ കേരളത്തിലും ഒക്കെ എന്താ ഈ പിള്ളേർക്ക് പറ്റണേ? എന്താ അവർ ചെയ്ത് കൂട്ടണേ? അത് എന്തൊരു ലാഘവത്തോടു കൂടിയാണ്, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഒരാളെ കൊല്ലുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ മെൻറ്റാലിറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. 90കൾ കാലഘട്ടത്തിൽ ജീവിച്ചു വന്നവരുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അവരുടെ കൗമാരം, അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും സുന്ദരമായിരുന്നു. പട്ടിണിയും പരിഭവവും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്രയും നല്ലൊരു കാലഘട്ടം ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടേക്ക്, മേ ബി ചിലപ്പോൾ ഇതൊരു അമ്മയുടെ, നമ്മളെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരമ്മയുടെ രോദനായിരിക്കാം. എനിക്കറിയില്ല എങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെ ഒന്ന് പുറത്തേക്ക് വിടുക, എങ്ങനെ ഇവരൊന്ന് പഠിപ്പിക്കുക, ആരെ വിശ്വസിക്കുക? നമുക്കൊക്കെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഞാൻ സ്കൂളിൽ കില്ലാടിയായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സുകളായിട്ട്. പക്ഷേ അതൊക്കെ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ വാക്കിലൂടെ അവസാനിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്താണ് പിള്ളേർ ചെയ്ത് വെക്കുന്നതെന്ന് പോലും അവർക്ക് പോലും ഒരു നോളജ് ഇല്ല. എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവർക്ക് ഉത്തരമില്ല. അല്ലെങ്കിൽ അവർ വ്യക്തമായ ഉത്തരം കണ്ടുപിടിച്ചിട്ട് പറയുവാണ്, ഇത്രേ ഉള്ളോ, ഇവിടെ ഇങ്ങനെ ചെയ്തതുള്ളൂ, അതിന് വലിയ പിടുത്തൊന്നുമില്ല, നമ്മൾ നൈസായിട്ട് ഊരിപ്പോയി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിൽ. അങ്ങനെയാണോ? ഞാൻ എൻ്റെ 15-16 വയസ്സിലൊക്കെ നമുക്ക് എന്താ അറിയായിരുന്നു? എവിടേക്കാണ് ഇന്നത്തെ പിള്ളേരുടെ ജീവൻ പോകുന്നേ? എന്നാ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ന് SSLC എക്സാം എഴുതേണ്ടതായിരുന്നു, അല്ലേ? അറ്റ്ലീസ്റ്റ് ഈ 5 പ്രതികളെ ഈ ഒരു വർഷമെങ്കിലും SSLC എഴുതിക്കാതിരിക്കാനുള്ളൊരു മിനിമം ദയ, മനസാക്ഷി ഒന്ന് കാണിക്കായിരുന്നു. അവരുടെ വീട്ടുകാരുടെ അടുത്ത്, ആ ഉമ്മേരുടെ അടുത്ത്, ആ ഉപ്പേരുടെ അടുത്ത്. ഞാൻ ഇന്ന് അവരുടെ ന്യൂസിലൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഉപ്പൊക്കെ പറയുമ്പോൾ ചങ്ക് ഇങ്ങനെ പുട്ടുണ്ടാവും മനുഷ്യൻ്റെ. എൻ്റെ കുഞ്ഞും ഇന്ന് കുളിച്ചൊരുങ്ങി എക്സാം എഴുതേണ്ടതായിരുന്നു. ആർക്കാ പിഴയ്ക്കണേ? എവിടെ പിഴയ്ക്കണേ? ഇങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുക? എത്ര കുഞ്ഞുമക്കളാണ് വളർന്നു വരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന്
നമ്മുടെ ആടുജീവിതം പോലുള്ള സിനിമകൾ വരണം. എനിക്കറിയില്ല ഞാൻ ആ സിനിമയുടെ പേര് പറയാൻ പാടുമെന്ന്, പക്ഷെ എന്നിരുന്നാൽ പോലും പറയാണ്. എല്ലാവരും കണ്ട പോലെ ഞാനും കണ്ട സിനിമയാണ് മാർക്കോ. നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഇത്രയ്ക്കധികം ആ സിനിമ വിജയിക്കണമെങ്കിൽ അത്രത്തോളം വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേരളത്തിൽ ജനിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ അത്രയും, എൻ്റെ കുഞ്ഞിലൊക്കെ എനിക്ക് ഇന്നും ഒരു കോഴിക്കടയിൽ പോയിട്ട് കോഴീനെ കൊല്ലുന്നത് കാണാനായിട്ട് ഇന്നും എനിക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയണേ, എനിക്ക് ഇന്നും പറ്റില്ല. പക്ഷേ മാർക്കോ പോലുള്ള ഫിലിംസ് കാണുമ്പോൾ എനിക്കറിയില്ല, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അറിയില്ല എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് സിനിമയിൽ നിന്ന് കുട്ടികൾക്ക് വരുന്ന പ്രചോദനം പറയാതിരിക്കാൻ പറ്റില്ല. അല്ലേ, 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പാണ് വെഞ്ഞാറമ്മൂട് കൊലക്കേസ് ഉണ്ടായത്. എന്ത് നിസ്സാരമായിട്ടാണ് അവൻ 6 പേരെ കൊല്ലാൻ നോക്കിയത്. അതിൽ ഉമ്മ രക്ഷപ്പെട്ടു. എന്തോ സുഹൃതമൊന്നും പറയാനില്ല, അവർ മരിക്കുന്നതായിരുന്നു ഭേദം. അല്ലേ, അവർ മരിക്കുന്നതായിരുന്നു നല്ലത്. അവരിന്ന് ജീവനോടെ വന്നിട്ട് എന്തിനാ? ആ 2ാമത്തെ കുഞ്ഞു പോയി. എന്നിട്ടും ആ ജീവിച്ച് വന്നിട്ടും അവരവരുടെ മോനെ ഒറ്റാൻ തയ്യാറല്ല. കട്ടിലുമെന്ന് വീഴുന്നോ പറയണേ. നമ്മുടെ ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു മനസാക്ഷിയില്ലേ, അതാണ് പ്രശ്നം. ആ ഒരു കുത്താണ് പ്രശ്നം. നമ്മുടെ നിയമങ്ങൾക്കൊന്നും ആ ഒരു മനസാക്ഷിയോ ദയോ ഒന്നും ഇല്ലേന്ന് ആലോചിക്കണേ. ഈ ഒരു വർഷമെങ്കിലും അവരെ SLC എക്സാം എഴുതിക്കാതിരിക്കുകയായിരുന്നു. അടുത്ത വർഷം എഴുതിക്കോട്ടെ. ഈ ഒരു വർഷമെങ്കിലും ആ കുഞ്ഞു മരിച്ച് എത്ര ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കാകെ കിട്ടാൻ പോകുന്ന 3 വർഷത്തെ തടവ് ശിക്ഷയാണ്. ജുവനൈൽ സിസ്റ്റം അനുസരിച്ച് 3 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങും. ഇപ്പം 2025, 16 വയസ്സ്. 3 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഇവരിറക്കാൻ പോകുന്നത് മലബാർ കാണാൻ പോകുന്ന ഏറ്റവും നല്ല അടിപൊളി ക്രിമിനൽസ് ആയിട്ടായിരിക്കും. ശിക്ഷ കൊടുക്കണ്ടെങ്കിൽ അപ്പം കൊടുക്കണം. നാളെ നീളെ എന്നല്ല. അത് കാരണം ഒരു കുഞ്ഞ് 16 വയസ്സുകാരുടെ ചിന്താഗതിയിലുള്ള സംസാരവും പ്രവൃത്തിയും ഒന്നുമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈവൻ ആഫ്റ്റർ ഇഷ്യൂവിന് ശേഷം അവരുടെ സംസാരം, അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്ത് ഭയങ്കര സിമ്പിളായിട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കി. അത്യാവശ്യം നല്ല പിടിപാടുള്ള ആൾക്കാരുടെ മക്കളാണ്. സാധാരണക്കാരൻ്റെ മോനാണ് അവൻ. പൊന്നു മോനായിരിക്കില്ലേ, മൂത്ത പുത്രനായിരുന്നു. അവൻ്റെ മുഖം എങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റണില്ല. കുഞ്ഞു മോനല്ലേ, നമ്മുടെ കുഞ്ഞും വളരെയല്ലേ. പേടിയാവുക, എവിടേക്ക് ഇറക്കുക, ആരെ കൂടെ വിടുക. എന്നെപ്പോലുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കുവാണെങ്കിൽ മക്കൾക്ക് നൊന്ത അമ്മമാർക്ക് പോളൂ, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പോളൂ. അച്ഛൻ്റെയും ആ ഉപ്പാടും ഉമ്മാടെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് ഡയറക്ടേഴ്സും ഇവരൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി സിനിമ കണ്ടിട്ടൊന്നും ഒരാളും ഒരു ക്രൂവൽറ്റിയും ചെയ്യില്ല എന്ന്. ഈ 2 രീതിയിൽ എൻ്റെ കണ്ടുപിടുത്തമാണോന്നും എനിക്കറിയില്ല. ഈ 2 കൊലപാതകങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. മാർക്കോ ഫിലിം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതിലെ ഇൻസിഡൻസൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഞാൻ ഫിലിമിനെ കുറ്റമായിട്ട് പറയണതല്ല. ആക്ച്വലി മേ ബി നല്ലതായിരിക്കാം, പൊട്ടയായിരിക്കാം, വാട്ടെവർ, അതൊക്കെ അവരായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുമ്പോൾ അത് എത്രത്തോളം അത് എഫക്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. നല്ല സിനിമകൾ വരട്ടെ. സിനിമ മാത്രമല്ല ഇഷ്യൂ, കുടുംബത്തിരിക്കുന്ന തന്തിയും തള്ളയും കണക്കാം. പണ്ടത്തെ
വിദ്യാഭ്യാസ നയം എന്നല്ല, പണ്ടത്തെ വിദ്യാഭ്യാസം 90കളിൽ നല്ല അടി കിട്ടി വളർത്തിയിരുന്ന പിള്ളേരെ ഇപ്പം തൊടാൻ പേടിയാ അച്ഛനും അമ്മയ്ക്കും. എന്തുകൊണ്ട് ഇപ്പം ഇന്ന് ഞാൻ പോയി സംസാരിച്ചപ്പോൾ കൊറിയറിന്ന് എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ആ ചേച്ചിയുടെ സ്കൂളിലെ ചേച്ചിയുടെ മോൻ പറഞ്ഞു അത്രേ, ടീച്ചേഴ്സ് അടിച്ചാലൊന്നും പ്രശ്നമില്ല, സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ ഒരു പോയി പരാതി കൊടുത്താൽ മതി എന്ന്. അവർക്കതൊക്കെ നിസ്സാരമായി കഴിഞ്ഞു. എന്തിനും ഏതിനും എല്ലാത്തിനും നിയമം കയ്യിലുണ്ടെന്നുള്ളൊരു ചിന്തയാണ്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് പോണേന്ന് ഒരു പിടുത്തം കിട്ടില്ല. കുഞ്ഞുമക്കൾക്കൊന്നും വരാതിരിക്കട്ടെ, തള്ളയും തന്നെയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ അവസാനിക്കുന്നേക്കാൾ വലിയൊരു വേദന ഈ ജന്മത്തെ അവർക്ക് കിട്ടാവുന്നില്ല. ആ അമ്മയ്ക്കും ഉപ്പയ്ക്കും സമാധാനം, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരൊരിക്കലും ഇനി സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. സമാധാനം ഉണ്ടാവട്ടെ, ശാന്തത കിട്ടട്ടെ. ഇനിയും ഇതിൻ്റെ പേരിൽ കുഞ്ഞുമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയോ തല്ലിയോ ചാവാതിരിക്കട്ടെ. ഈ പറഞ്ഞ 5 പ്രതികൾക്കും തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്നല്ല, കിട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പുനർജനിക്കാൻ പോകുന്ന 5 നല്ല അടിപൊളി കുറ്റവാളികളാണ്. നമ്മുടെ കേരളം മാറിയില്ലെങ്കിൽ, നമ്മുടെ നിയമവ്യവസ്ഥിതി മാറിയില്ലെങ്കിൽ, നമ്മുടെ മനുഷ്യന്മാരുടെയും തന്തയുടെയും തള്ളയുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും മനസാക്ഷിയും മരവിപ്പിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഇനിയും വന്നു ചേരുക മാത്രമല്ല, അത് നമ്മളെത്ര നന്നായി വളർത്തുന്ന മക്കളെ ആണെങ്കിൽ പോലും, ഈ അർഫാൻ്റെ കാര്യത്തിലൊന്നും അവനൊന്നും കുറ്റം പറയാൻ പോലും ഒരാളില്ല. കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ഷീറ്റാണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്, അവൻ്റെ പേരിൽ കിട്ടുന്നത്. ഈ പറഞ്ഞ 5 പ്രതികളുടെ പേരിൽ 8ാം ക്ലാസ്സിൽ ഒരു കൂട്ടത്തല്ലിൻ്റെ പേരിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് കംപ്ലയിൻറ്റ് സെക്ഷനൊക്കെ പോയിട്ടുള്ളതായിട്ട് ഞാൻ ഇന്ന് ന്യൂസിൽ അറിഞ്ഞു. അന്നത് തിരുത്തിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ഇഷ്യൂ വരില്ലായിരുന്നു. ഇന്നും കൂടി അത് തിരുത്തിയില്ലെങ്കിൽ നാളെ കേരളം കാണാൻ പോകുന്ന 5 കൂട്ട പ്രതികളായിരിക്കും അവർ. അതിലൊരു സംശയം വേണ്ട. അത് ചിലപ്പോൾ എൻ്റെയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയോ മക്കളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ അവസാനിപ്പിക്കാവുന്ന അത്രയ്ക്കേ ഉള്ളൂ. ഈ ചോരത്തിളപ്പൊക്കെ മാറും, നല്ല നിയമം വന്നാൽ മാറും, നല്ല ചുട്ടിമിട്ടുകളുള്ള ആൾക്കാർ വന്നാൽ മാറും. ഇന്നത്തെ രാവിലത്തെ പ്രതിഷേധം എൻ്റെ മനസ്സൊന്ന് കൊതിച്ചു പോയി. ഭഗവാനെ, എനിക്കൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും. പക്ഷെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളൊക്കെ നിസ്സഹായരല്ലേ. ഇവരൊക്കെ നല്ല നല്ല ഉന്നതരായ ആൾക്കാരുടെ മക്കൾ. നമ്മുടെ ഇത് ഓടിപ്പിടച്ച് കോഴിക്കോട് നിന്ന് ഇവിടം വരെ എത്താൻ, ഇതിപ്പോൾ പാലക്കാടാണ്, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടൊരു 3-3.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ഇന്ന് അവരുടെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്, അത്രേ ഉള്ളൂ. നമ്മുടെ ആടുജീവിതം സിനിമയിൽ പറയില്ലേ, മറ്റുള്ളവർ അനുഭവിച്ച വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഉമ്മർത്ത് വരുന്നവരെ നമുക്കത് വെറും, മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ അനുഭവിക്കുന്നത് വരെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന്. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ ആ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന്. ഇന്ന് ആ SSLC എക്സാം ഹാളിൽ അവൻ്റെ ഒരാളുടെ ഡെസ്ക് ഭാഗത്ത് മാത്രം ആരുണ്ടാവില്ല. അവൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. പണ്ടത്തെ ചൂരൽ സിസ്റ്റം വന്നാൽ ഒരു പരിധി വരെ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് സാറുമാരോടും ടീച്ചേഴ്സിനോടുള്ള പേടി വർദ്ധിച്ചാൽ ഒരു പരിധി വരെ, പിള്ളേർ ചെറുപ്പം മുതൽ ഇൻസൾട്ട് എന്താണെന്ന് അറിഞ്ഞാൽ ഒരു പരിധി വരെ, തോൽവി എന്താണെന്ന് അറിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതൊക്കെ തടയാൻ പറ്റും. നമ്മളെല്ലാം ഫീഡിങ് ആണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇൻസൾട്ട് എന്താണെന്നോ തോൽവി എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യ. ഒരാൾ കളിയാക്കിയോ
അവനെ നാളെ തീർക്കുക, അത്രേ ഉള്ളൂ ചിന്ത. ഞാനൊക്കെ എത്ര ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനില്ലാണ്ട് എത്ര വട്ടം തന്തയില്ലാത്തവളെന്നൊക്കെ വിളി ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മുടെ ചോര തളച്ചിട്ടില്ല. കാരണം നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, നിയമത്തിലൊരു പേടിയുണ്ടായിരുന്നു, വീട്ടുകാരെ പേടിയുണ്ടായിരുന്നു, നാട്ടുകാരെ പേടിയുണ്ടായിരുന്നു, സിസ്റ്റത്തിൽ പേടിയിട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സിന് പേടിയുണ്ടായിരുന്നു. എന്തിനു പറയണു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി വരെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ഇല്ല. ഇന്നെല്ലാം ചാവേറാണ്. നിന്നെയും കൊല്ലാൻ ഞാനും ചാവും. ടീച്ചേഴ്സും അച്ഛനും അമ്മയൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥ അടക്കം എല്ലാം ചിന്താഗതികൾ മാറ്റേണ്ടിയിരിക്കണം. മാറ്റിയില്ലെങ്കിൽ ഇന്നത്തെ 5 പ്രതികൾ നാളെ നിങ്ങളുടെ വീട്ടിലത്തെ ആവാം. ഇന്നത്തെ ഒരു ഷഹബാസ് ചിലപ്പോൾ മേ ബി എൻ്റെ വീട്ടിലത്തെ ആവാം. അറിയില്ല. ഇതെന്തിയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയില്ലേ. നമ്മളിതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട. അവന്മാർ അടിപൊളിയായിട്ട് എക്സാമൊക്കെ എഴുതി പാസ്സായി സൂപ്പറായിട്ട് വരട്ടെ. 3 വർഷത്തിന് ശേഷം അവർ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല അടിപൊളി മക്കളായിട്ട് പുറത്തേക്ക് വരട്ടെ. ജയ് ഹിന്ദ്. ശരി എന്നുവെച്ചാൽ